ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് മന്തിയുടെ റെസിപ്പി ഞങ്ങൾ നോക്കാം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു ബീഫ് മന്തി കുറേ ആളെല്ലാം കേട്ടോ ഇന്നാറ്. അപ്പോൾ ഞാൻ ഇത്രത്തോളം ഇട്ടിട്ടില്ല ബീഫ് മന്തി ഫസ്റ്റ് ഇടുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബീഫ് മന്തി അങ്ങനെ ആക്കറേന്ന് അങ്ങനെ നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുകയും ഷെയർ ആക്കുകയും മറക്കണ്ട. നല്ല ടേസ്റ്റിയോട് നിങ്ങൾ ആക്കുമ്പോൾ ഇതേപോലെ ആക്കി എത്തി ചുമ സൊറയൊന്നുമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് ആക്കി എടുക്കുമ്പോഴത്തെ ഒരു ബീഫ് മന്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിക്ക് ഞങ്ങൾ ഇതൊരു മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടുണ്ടെങ്കിൽ അത് എടുത്തെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുണ്ടെങ്കിൽ ഞാനിവിടെ 3 ടീസ്പൂൺ കൊത്തമ്പരി എടുത്തേ, 1.5 ടീസ്പൂൺ ജീരക ചെറിയ സ്പൂണിലോ അതിലെ ഒരു 1/2 to 3/4 ടീസ്പൂൺ എത്ര ലവങ്ക കണ്ടറിയില്ല എത്ര ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇത്ര ലവങ്ക, പിന്നെ ചെറിയൊരു പീസ് കെത്ത്, പിന്നെ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 ഏലക്കി, 8 ഏലക്കി ഇട്ടെങ്കിൽ എന്നിട്ട് ഞാനിവിടെ 8 ഏലക്കി ഇട്ടേ. അതേപോലെ ചെറിയൊരു പീസ് ഡ്രൈ ലെമണിൻ്റെ ഒരു പീസ് ചെറിയൊരു പീസ് ഇട്ടേ. ഇതെല്ലാം ഞങ്ങൾ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം, ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ചൂടാക്കി എടുത്താൽ പിന്നെ ഇതുപോലെ ഞങ്ങൾ പൊടിച്ചെടുത്തെങ്കിൽ ഞാനിത് ഒന്ന് ചൂടാക്കി എടുത്തേ. ആ ചൂടാക്കി എടുത്ത് ഞങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ 1.5 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതേപോലെ തെല്ല് മഞ്ഞളുടെ പൊടി, തെൽ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1 ടീസ്പൂൺ അത്ര കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഞങ്ങൾ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല മുളക് ഇടി നല്ല മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂടാക്കി എടുക്കുമ്പോൾ ചൂടാക്കിയും കയറ്റ്. എൻ്റെ കയ്യിൽ ഇടി നല്ല മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പൗഡർ ഇട്ടേ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് 1 kg ബീഫ് ഉണ്ട്. ബീഫ് ഞങ്ങൾ മന്തിക്ക് എടുക്കുമ്പോൾ ഇപ്പം വലിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലേ ഇതിനെക്കാട്ടി വലിയ പീസാക്കിയെങ്കിൽ അതും ആവും, അങ്ങനെ ആവും. അപ്പോൾ അത് കലക്കിയിട്ട് അതിൽ തണ്ണി എല്ലാം അരിഞ്ഞിട്ട് പോയാൽ പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഇടണം. അപ്പോൾ ഒരു ക്യാപ്സിക്കം വലിയൊരു സൈസിൽ ക്യാപ്സിക്കം, അതേപോലെ ഒരു നീരുള്ളി, ഇഞ്ചി വെല്ലുള്ളി, ഇഞ്ചിയുടെ കട്ടി തെല്ലി അര വെല്ലുള്ളി വേണം. അതേപോലെ ഞങ്ങൾ തെല്ല് കൊത്തമ്പരി സೊಪ್ಪು, അതേപോലെ തെല്ല് പുതിന തെല്ല് മയ്യാവോ, കൊത്തമ്പരി സೊಪ್ಪು തെല്ലി ആറിടോರು. അതിൽ പിന്നെ ജണ്ട് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത്. അപ്പോൾ അത് ബീഫ് ഫ്രൈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബീഫ് ഇದ್ದೀರಾ, ഞാനിപ്പോൾ അത് ಇಲ್ಲ ಅಂತ എൻ്റെ കയ്യിൽ. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടರೆ ജണ്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ പൗഡർ പൊടിച്ചല്ലേ ഞങ്ങൾ മസാല പൗഡർ അത് ഞങ്ങൾ അത് വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് 2 സ്പൂണും പിന്നെ ഒരു ഹാഫ് ഇട്ടാണ് തെല്ല് ബാക്കിയാറ്. നിങ്ങൾക്ക് കണ്ടെത്തല്ലേ എത്ര ബാക്കിയാറുണ്ട് അത്ര ബാക്കിയെല്ലാം ഇട്ടರೆ ഇത്ര മയാവും. അതിൽ പിന്നെ ഞങ്ങൾ ഒരു ലെമൺ, പിന്നെ ഞങ്ങൾ തെല്ല് ഓയിൽ ഒരു 1/4 കപ്പറെ കാട്ടി തെല്ല് ഓയിൽ ഉണ്ട് ഇതിൽ. സൺഫ്ലവർ ഓയിലും ആവും, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ അതും ആവും, ഏതും ആവും. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ വീത്തി കൊടുത്തേ. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ ഇത് ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പിക്കറ്. അപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾ എക്സ്ട്രാ ಬೇನುಂಟಾಗಿ ಬೇನವಡು ತೆಲು ಉಪ್ಪಿಟ್ಟು കൊടുത്തിങ്ങിട്ട്. അപ്പം എന്താ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുറു. അവിടെ വേണ്ട നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതുപോലെ ഈ ഇറച്ചി നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതൊരു 1 ಗಂಟೆ ഇത് റെസ്റ്റൊക്കെ ಬೇಯ್ക്കണം. അപ്പോൾ ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/2 ಗಂಟೆಗೂ ഇതിങ്ങനെ ಬೇಯ್ക്കണം. മിനിമം ഒരു 1/2 ಗಂಟೆಗೂ ഇങ്ങനെ ഇട്ടിട്ട്. ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ 1 ಗಂಟೆ എല്ലാം ಬೇಯ್ക്കറിയെങ്കിൽ നല്ല. അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് അതിൽ പിന്നെ ബസ്മതി അരി ഞങ്ങൾ ഇപ്പോൾ മന്തിക്ക് നല്ല അരി നോക്കിയിട്ട് എടുക്കണം എപ്പം ഞാൻ ചൊല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു 4.5 കപ്പ് എടുത്തേ ബസ്മതി അരി എടുത്തേ. 4-5 കപ്പെല്ലാം എടുക്കണം ഞങ്ങൾ ഇത്രയ്ക്ക്. അപ്പോൾ അത് കലക്കിയിട്ട് ഞങ്ങൾ ഒരു 1/2 ಗಂಟೆ ഇതൊന്ന് ബസ്മതി അരി നനച്ച് വയ്ക്കണം. അതിൽ പിന്നെ ഞങ്ങൾ ചോറാക്കി കഴിത്ത്. അപ്പോൾ ഇതുകൂടെ മസാല പരട്ടി വെച്ചിട്ട് 1 ಗಂಟೆ ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേപ്പാട്ടി എടുക്കണം. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതേ പാത്രം കലക്കിയിട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ട് തണ്ണി ചുമ വേണ്ട 1/2 കപ്പ് മേയാവും. കണ്ടല്ലേ നിങ്ങൾക്ക് എത്ര ഉണ്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾക്ക് നല്ല ഒന്ന് വേപ്പാട്ടി എടുക്കണം. ഞങ്ങൾ വേപ്പാട്ടി എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ ഇത് നല്ല ಬೇವಡದು വേണ്ട. നിങ്ങൾക്ക് ഒന്നവിടല്ല നല്ല സോഫ്റ്റായിട്ട് നല്ല ಬೇವണം ഇത് ഇറച്ചി. പിന്നെ ഓവറായിട്ട് ചുമ വെന്തിട്ട് കലങ്ങെടുത്തും വേണ്ട. നോക്കിയിട്ട് നിങ്ങൾ വേനെ പോലെ എത്ര വിസിൽ വേണോടോ അത്ര എടുത്തിങ്ങിട്ട് അതിൽ പിന്നെ ചോറുകിത തണ്ണി പായച്ചുകൊണ്ടുണ്ടോ ಅದಕ್ಕೆ ഞങ്ങൾ തെല്ല് ഇത് ജീരക, അതേപോലെ ജണ്ട് ഡ്രൈ ലെമൺ, പിന്നെ ലವಂಗ ಕೆತ್ತೆ ഏലക്കി ഇത്ര ഇട്ട് കൊടുത്തേ. അപ്പോൾ അതിൽ പിന്നെ ഞങ്ങൾ നഞ്ച് വെച്ചാരി ഉണ്ടല്ലേ അതും ഇട്ടിട്ട് ഇതൊന്ന് ഞങ്ങൾ മന്തിಗೆಲ್ಲ റൈസ് ഞങ്ങൾ എങ്ങനെ വേപ്പാട്ടി എടുക്കുക അതുപോലെ ഒന്ന് വേപ്പാട്ടി എടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കണം ടേസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ട്. ഇത് തെല്ല് തണ്ണി ആറുണ്ട് ഇതിൽ തണ്ണി തെല്ല് ചുമ പായച്ചിട്ട് പറയുമ്പോൾ അത് തൂയിട്ട് തെല്ല് എടുക്കണാണ്. അപ്പോൾ ഞങ്ങൾ മന്തിക്ക് റൈസ് ಬೇಪಟ್ಟುമ്പോൾ ഞാൻ എപ്പം ചൊന്ന പോലെ ചുമ ಬೇവുക തീരാ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% എല്ലാം ಬೆಂದಿಂಗ್ ಮೇವು ഇങ്ങനെ ചോറ് ചുമ ಬೆಂದಿಂಗ್ നിങ്ങൾക്ക് ഒന്നുണ്ടല്ലേ മന്തിര റൈസ് ചുമ ಬೇവുക തീരാ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുത്തെങ്കിൽ അപ്പോൾ ഇവിടെ റൈസ് ಬೆಂದಿടാണ് ഇത് എടുക്കണാണ്. നിങ്ങൾക്ക് ഒന്നവിടെയല്ല ഇങ്ങനെ ಬೇಪಟ್ಟಿ എടുക്കണേണ്ടല്ല. അപ്പോൾ റൈസ് അരി എടുത്തിടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ബീഫെല്ലാം ഇവിടെതാണ് ഒരു 5 വിസിലെല്ലാം പോയിൽ പിന്നെ ഞാൻ ഓഫാക്കി വെച്ചേ. പിന്നെ നിങ്ങൾക്ക് കണ്ടല്ലേ ഇങ്ങനെ തണ്ണിയെല്ലാം ഞങ്ങൾ 1/2 കപ്പ് തണ്ണി മാത്രം ബീത്തിര് തണ്ണിയെല്ലാം നല്ല പൊട്ടിട്ട് വന്നിട്ട്. അപ്പോൾ ഈ ബീഫ് ഇപ്പോൾ വെന്തിരുത്. ഇനിയിപ്പോൾ ഈ തണ്ണി ഉണ്ടല്ലേ ഈ തണ്ണി ഇതിലൊന്ന് ഞങ്ങൾ ഇങ്ങനെ മൂടി ಬೇಯ್ಕಂಡು ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തണ്ണി ഇതിലൊന്ന് ബത്ത് വട്ടിയിട്ട് എടുക്കണം. അപ്പോൾ ಅದಕ್ಕೆ മുന്നേ ഞങ്ങൾ തെല്ല് ഇത് റൈസിൻ്റെ മേൽക്ക് ഞങ്ങൾ തെല്ല് തണ്ണി വീത്തോകും. ഇതുപോലെ തെല്ല് തണ്ണി എടുത്ത് വയ്ക്കുക. അതിൽ ഇതുണ്ടല്ലേ ഓയിൽ ആ തണ്ണിയെല്ലാം തെൽക്കറി ഇങ്ങനെ അതൊന്ന് എടുത്ത് വയ്ക്കറേ. ബാക്കി ഞങ്ങൾക്ക് ഇതിലൊന്ന് ചുമ വേണ്ട എടുത്ത് വയ്ക്കറേ. നിങ്ങൾ കണ്ടെത്തല്ല എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അത്രമയോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലൊന്ന് നല്ല ബത്ത് വട്ടി എടുക്കണം. ಬೇಗ ಹೈ ಫ್ಲೇಮಿൽ വെച്ചങ്ങ് ഇട്ട് ಬೇಗമേ ബത്തിട്ട് വേണ്ട ഇതുപോലെ
നിൽക്കണ്ടല്ലേ നല്ല എണ്ണ തെളിഞ്ഞിട്ട് വന്നത് ഇതുപോലെ ആയിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഞങ്ങൾ റൈസ് വേപ്പട്ടി വെച്ച റൈസ് ഉണ്ടല്ലേ അത് ഇടണം. ഇതിക്ക് എല്ലാ റൈസും ഇതുപോലെ അതിന് മേൽക്കിട്ടിട്ട് ഞങ്ങൾ ഇതൊന്ന് ദമ്മാക്കിയിട്ട് എടുക്കണം. റൈസെല്ലാം ഇട്ട് കൊടുത്തരാ. ഇനിയിപ്പോൾ ഞങ്ങൾ ബീഫ് മസാല തന്നെ എടുത്ത് വെച്ചിരല്ലേ അതും ഇതിൻ്റെ മേൽകിട്ട് ഇതുപോലെ ബീത്തിട്ട് അതിലൊಟ್ಟಿಗೆ ತೆಲ್ ಫುಡ್ ಕಲರ್ ಸ್ಯಾಫ್ರನ್ ಕಲರ್ನೋಡೆ ಬೀತಿ കൊടുക്കರೆ. അത് ബീത്തിട്ട് ഒരു 5-6 പച്ചമുളക് ഇതിൻ്റെ മേൽക്ക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അതിലൊട്ടിಗೆ ഞങ്ങൾ ಬೇನುಂಟಾയെങ്കിൽ സ്മോക്കി ഫ്ലേവർ ಬೇನುಂಟಾയെങ്കിൽ ഒരു ചാർക്കോൾ കത്തുവട്ടിട്ട് സ്മോക്കി ഫ്ലേവർ കൊടുക്കുക. ഇനിയിപ്പോൾ ബാൻഡ് എടുക്കണമെങ്കിൽ ആ സ്റ്റെപ്പ് ഞങ്ങൾ സ്കിപ്പാക്കുക. ഞാനിപ്പോൾ ഇതാ ചെറിയൊരു പാത്രം ഇതിൽ നടുക്ക് വെച്ചിട്ട് ഒരു ചാർക്കോൾ കത്തുവട്ടിട്ട് വെച്ചരെ. അതൊക്കെ ഇതെല്ലാം ഓയിൽ ബീത്തിട്ട് ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒരു അര ഗಂಟೆ ഇത് ദമ്മാക്കിയിട്ട് എടുക്കും. നല്ല ദമ്മാവണം. ചെറിയ തീയിൽ വെച്ചെങ്കിൽ ചുമ്മാ ലോ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ലോഡ് നടുക്ക് വെച്ചിട്ട് ഒരു അര ഗಂಟೆ ഇത് നല്ല ദമ്മാവട്ടു. അര ഗಂಟೆ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓഫ് ആക്കറല്ലേ. ഓഫ് ആക്കിയിട്ട് അപ്പമേ ഞങ്ങൾ ഓപ്പൺ ആക്കത്തിരാ. കുറേ നേരം അങ്ങനെ ഇക്കട്ടെ. അങ്ങനെ ഇന്നിട്ട് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര ഗಂಟೆ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓപ്പൺ ആക്കി എങ്ങനെയിട്ട് അപ്പോൾ നല്ല ദമ്മായിട്ട് നല്ല സെറ്റായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അര ഗಂಟೆ കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കറേ. അതിൽ പാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ റൈസെല്ലാം നല്ല ദമ്മായിട്ട് നല്ല സെറ്റായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിൻ്റെ റൈസ് എടുക്കും. ഞങ്ങൾക്ക് എടുത്തിട്ട് ആ ബീഫ് ഞങ്ങൾ പീസ് ഉണ്ടല്ലോ പീസെല്ലാം എടുത്തിട്ട് തെൽ മസാല ഇക്കറ. മസാലയൊട്ടിಗೆ ഈ ചോറ് ഇട്ടിട്ട് നല്ല അടിമേലാക്കി എടുക്കണം. നല്ല മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ ഞങ്ങൾ സ്ലോലി മിക്സ് ആക്കി കഴിത്ത്. അപ്പോൾ ഈ ചോറ് ഫസ്റ്റ് ഇದ್ರ ചോറെല്ലാം ഒന്ന് എടുക്കറേ ನಾನು ಮೇಲ್ಡೆ. അപ്പോൾ ഇതിൽ ചോറെല്ലാം ഇതാ എടുത്തിട്ടാണ്. ചോറ് എടുത്തിട്ട് ഇതിൽ ഇനിയിപ്പോൾ ഈ ഇറച്ചിയുടെ പീസ് ഉണ്ടല്ലോ പീസ് മാത്രം എടുത്തിട്ട് ബാക്കി ഇതിൽ മസാല ഇക്കറ. ആ മസാലയ്ക്ക് ഞങ്ങൾ ചോറിട്ടിട്ട് ഒന്ന് അടിമേലാക്കി എടുക്കണം. ചോറിട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കുമ്പോൾ ചോറ് പൊടിയാത്ത പോലെ നോക്കണം. ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഈ ചോറുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ മസാല ടേസ്റ്റ് എല്ലാം ചോറുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ടിട്ട് അടിമേലാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അത് അടിമേലാക്കി എടുത്ത് ഞങ്ങൾ മന്തി ഇതാ റെഡി ആയിത്തൂടെ. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ബീഫ് മന്തി ഇതാ നിങ്ങൾ നോക്കിയറല്ലേ ആക്കിയത്. ആക്കുകയും ഇത് ഈസി. അതേപോലെ നല്ല ടേസ്റ്റോട് ചോറെല്ലാം കണ്ടല്ലേ. ചോറെല്ലാം ചുമ ಬೆಂದಿട്ട് ಮುದ್ದೆ ಆಗೋದು ತೀರಾ. ಅದು ನಾನು ಎಪ್ಪೊಮ್ಮೆ ಚೊಲ್ಡೆ ಮಂದಿರ ರೈಸ್ ಎಲ್ಲ ಚೊಮ್ಮೆ ಬೆಂದಿಟ್ಟು ಓವರಾയിട്ട് ಬೆಂದೆಗೆಲ್ಲ ನಲ್ಲಾವಲ್ಲ ಬೆಂದಿಟ್ಟೆಲ್ಲ ಮುದ್ದೆ ಮುದ್ದೆ ಹೆಂಗೆ ಅದು ನಲ್ಲಾವಲ್ಲ ಒಂದೊಂದು ತಟ್ಟಂಟು ചോറെಲ್ಲ ಎಲ್ಲ ಬೇರೆ ಬೇರೆ ആയിട്ട് നിൽക്കണം. ചോറ് ചുമ്മ ಬೇവുക തീരാ. അപ്പമേ മന്തി നല്ല ടേസ്റ്റോട് ഉണ്ണോകും. അപ്പോൾ ഇറച്ചും കാട്ടുക നല്ല സോഫ്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് ಬೆಂದಿട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ബീഫ് മന്തി അല്ലെങ്കിൽ മട്ടൺ മന്തി എല്ലാം ആക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ആക്കുകയും ഈസി ഇത്. അപ്പോൾ മട്ടൺ മന്തിയും ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾ മട്ടണിലും നിങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ചട്നി ഞാൻ ആക്കിയതൊട്ടിಗೆ ചട്നി അതിൽ കാട്ടിയിട്ടില്ല. ചെന്ന് കുറേ വീഡിയോസിലെല്ലാം മുന്നുള്ളാണ് മന്തിര ചട്നി കാട്ടിയത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഇതിലൊട്ടിಗೆ കാട്ടിയിട്ടില്ല. അപ്പോൾ ಬೇನುಂಟಾയെങ്കിൽ അത് നോക്കൂ. നിങ്ങൾ ഇറച്ചിയെല്ലാം കണ്ടല്ലേ നല്ല സോഫ്റ്റായിട്ട് നല്ല ಬೆಂದಿട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കോ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൻ്റെ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.